മുനമ്പത്തേക്ക് പോകാം. മുനമ്പത്തിന് നിർണായക ദിവസമാണ്. 400 ദിവസത്തിലധികമായി മുനമ്പം നിവാസികൾ നടത്തിവന്ന നിരാഹാര സമരം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവിന്റെ സാഹചര്യത്തിൽ ഭൂനികുതി അടയ്ക്കാൻ താൽക്കാലികമായെങ്കിലും കഴിഞ്ഞ സാഹചര്യത്തിലാണ് സമരം അവസാനിപ്പിക്കാൻ ഭൂസംരക്ഷണ സമിതി തീരുമാനിച്ചത്. അതേസമയം സമരം അവസാനിപ്പിക്കാനുള്ള സമരസമിതി തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. വഖഫിന്റെ ആസ്തി പട്ടികയിൽ നിന്നും മുനമ്പത്തെ ഒഴിവാക്കണമെന്നും ഇതിനായി ഇന്നു മുതൽ പുതിയ സമരപ്പന്തൽ കെട്ടി സമരം തുടങ്ങുമെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വിവരങ്ങളുമായി നവമി ദിനേശാണ് ചേരുന്നത്. നവമി, ഗുഡ് മോർണിംഗ്. മുനമ്പത്തേക്ക് എത്തുമ്പോൾ ഇന്ന് നിർണായകമായ ദിവസം അവിടെ സമരം അവസാനിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ മറ്റൊരു സമരം ആരംഭിക്കുക കൂടിയാണ്. എന്തൊക്കെയാണ് വരുന്നത്? അശ്വതി, നീണ്ട ഒരു വർഷത്തിലധികമായി അവർ നടത്തുന്ന ഒരു പോരാട്ടമാണ്. അതിനൊടുവിലായി അവർക്ക് ഏറെ സന്തോഷത്തോടുകൂടി തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവുമുണ്ടായി. അതനുസരിച്ച് അവർ നിരവധി പേർ കരമടയ്ക്കുകയും ചെയ്തു. അതിനുവേണ്ടി പ്രത്യേക ബൂത്ത് വരെ തുറക്കാമെന്ന് മന്ത്രി പി രാജീവ് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. ആ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് അവരുടെ സമരം അവസാനിപ്പിക്കാൻ, ഈ നീണ്ട നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് മന്ത്രി പി രാജീവും അതോടൊപ്പം തന്നെ കെ രാജനും വൈപ്പിൻ MLA ഉൾപ്പെടെയുള്ളവർ സമരമുഖത്തേക്ക് എത്തുകയും അവർക്ക് നാരങ്ങ വെള്ളം കൊടുത്ത് ഇന്ന് ഈ സമരം അവസാനിപ്പിക്കുക എന്നൊരു ധാരണയിലേക്ക് എത്തുകയും ചെയ്തു. ഇന്നലെ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു. ഏറെ സന്തോഷത്തിലാണ് മുനമ്പം നിവാസികൾ. കാരണം അവരുടെ നിയമ പോരാട്ടം, അവരുടെ സമരമുറകൾ ഏത് രീതിയിലാണെന്ന് നമ്മൾ കണ്ടതാണ്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടും ഒരുപാട് അവഗണന സഹിച്ചുകൊണ്ടുമായിരുന്നു മുനമ്പ നിവാസികൾ ഇത്രയേറെ അവരുടെ സമരവുമായി മുന്നോട്ട് വന്നത്. പല ഘട്ടങ്ങളിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ഒരു സാഹചര്യത്തിൽ പോലും അവർ അവരുടെ ഉദ്ദേശത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാൻ മുനമ്പത്തെ സമരസമിതി തീരുമാനിച്ചിരുന്നില്ല. മുനമ്പം ജനതയുടെ അവസ്ഥ എന്താണെന്ന് ന്യൂസ് 18 പലപ്പോഴും പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ നിർണായകമായിട്ടുള്ള ഉത്തരവ് വരികയും പിന്നീട് അവർ കരമടയ്ക്കുകയും ഒക്കെ ചെയ്തത്. ഇന്ന് ഉച്ചയോടുകൂടി 2:30 അവരുടെ സമരം അവസാനിപ്പിക്കുക എന്നിരിക്കെ ഒരു വിഭാഗം ആളുകൾ അവരുടെ സമരം തുടരുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു സമരമുറയുമായി രംഗത്തെത്തുകയാണെന്ന് ഇന്നലെ പ്രഖ്യാപിച്ചു. അത് BJP അനുകൂലികളായിട്ടുള്ള മുനമ്പ നിവാസികളാണ് അങ്ങനെ ഒരു സമരത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അവർ പറയുന്നത് ഈ സംസ്ഥാന സർക്കാർ ചതിക്കുകയാണ്. ഈ കരമടയ്ക്കുക എന്നത് മാത്രമല്ല, വഖഫിന്റെ ആസ്തിയിൽ നിന്നും മുനമ്പത്തെ ഒഴിവാക്കണം എന്നൊരാവശ്യം കൂടിയുണ്ട്. അത് ഈ വഖഫിനോട് പറയുവാനോ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ളൊരു നടപടി എടുക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അതിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ ഈ വഖഫിന്റെ ആസ്തിയിൽ നിന്നും മുനമ്പം ഒഴിവാക്കണമെന്ന ആവശ്യവുമായി വീണ്ടും ഒരു സമരത്തിലേക്ക് ഇറങ്ങുവാൻ തന്നെയാണ് മുനമ്പത്തെ ഒരു വിഭാഗം ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് 2:30 പി രാജീവ് നാരങ്ങ വെള്ളം നൽകി ഒരു വിഭാഗം ഈ സമരസമിതിയുടെ സമരം അവസാനിപ്പിക്കുന്ന അതേ സമയം തന്നെ BJP അനുകൂലികളായിട്ടുള്ള മുനമ്പം നിവാസികൾ സമരം ആരംഭിക്കുകയാണെന്നാണ് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ വഖഫ് ഭൂമി എന്ന പേര് അത് മുനമ്പത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം എന്നതാണ്. അല്ലാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. എന്തായാലും മുനമ്പ നിവാസികൾ തന്നെ, മുനമ്പം ജനത തന്നെ 2 തട്ടിലായി മാറി സമരമുഖത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്നലെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനവുമായി മുനമ്പത്തെ തന്നെ BJP അനുകൂലികൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി എന്താണ് മുനമ്പത്തെ സമരത്തിന്റെ ഭാവി എന്നതാണ് ഉറ്റുനോക്കേണ്ടത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അവരുടെ കരമടയ്ക്കുവാനുള്ള അല്ലെങ്കിൽ അവരുടെ ഈ ഭൂമി അവർക്ക് തിരികെ കിട്ടണമെന്നതായിരുന്നു. അതിൽ ഏകദേശം തീരുമാനമായിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയൊരാവശ്യവുമായി വീണ്ടും സമരമുഖത്തേക്ക് ഇറങ്ങുവാൻ മുനമ്പത്തെ ഒരു വിഭാഗം ജനത തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.